ആശ്വാസത്തിൻ്റെ മാതാവേ, ഈ പ്രാർത്ഥനയിൽ ആശ്വാസത്തിൻ്റെ മാതാവേ എന്ന് വിളിച്ച് പരിശുദ്ധ മാതാവിനെ സമീപിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ഒരു ആവശ്യം പ്രകടിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഇല്ലാത്ത ഒരാളുമില്ല. ശാരീരികമായ വേദനകൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഒറ്റപ്പെടൽ തുടങ്ങിയവ മനുഷ്യനെ പലപ്പോഴും തളർത്തുന്നു. അത്തരം സമയങ്ങളിൽ ഒരു അമ്മയുടെ സ്നേഹവും ആശ്വാസവും മനുഷ്യന് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ മാതാവിനെ ആശ്വാസത്തിൻ്റെ ഉറവിടമായി കാണുന്നത്. എൻ്റെ ദുഃഖങ്ങളും വേദനകളും നീ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കണ്ണീരും നിശബ്ദ വേദനകളും മാതാവിൻ്റെ ഹൃദയത്തിൽ എത്തുന്നുവെന്ന വിശ്വാസം ഇവിടെ വ്യക്തമാകുന്നു. പലപ്പോഴും നമുക്ക് നമ്മുടെ വേദനകൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയില്ല. എന്നാൽ മാതാവ് എല്ലാം അറിയുന്നവളാണ്. നമ്മെ വിലയിരുത്താതെ, കുറ്റപ്പെടുത്താതെ, സ്നേഹത്തോടെ സ്വീകരിക്കുന്നവളാണ്. ഈ ബോധം തന്നെ മനുഷ്യൻ്റെ മനസ്സിന് വലിയ ആശ്വാസമാണ്. എൻ്റെ മനസ്സിന് സമാധാനം തരണമേ എന്ന അപേക്ഷ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമാണ്. പുറത്തേക്ക് എല്ലാം ശരിയെന്ന് തോന്നിയാലും ഉള്ളിൽ കലഹം നിറഞ്ഞിരിക്കുന്നവരാണ് പലരും. സമാധാനം എന്നത് വെറും പ്രശ്നങ്ങളില്ലായ്മയല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ഉറച്ച വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാനുള്ള ശക്തിയാണ്. ആ സമാധാനം ദൈവത്തിലൂടെ മാതാവ് നമുക്ക് നൽകണമെന്ന് ഈ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നു. ഭയവും വിഷമവും മാറ്റി ധൈര്യവും പ്രത്യാശയും നിറയ്ക്കണമേ എന്ന വരികൾ മനുഷ്യന്റെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഭയം മനുഷ്യനെ മുന്നോട്ടു വലിക്കുമ്പോൾ പ്രത്യാശ മുന്നോട്ട് നയിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മിൽ ധൈര്യം നിറയ്ക്കുമെന്നും ഏത് കഷ്ടതയിലും ഒരു നല്ല നാളെയിലേക്കുള്ള വഴിയുണ്ടെന്നും ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആമീൻ. അവസാനം പറയുന്ന ആമീൻ എന്നത് പ്രാർത്ഥനയിലൂടെയുള്ള എല്ലാ അപേക്ഷകളും പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. ഈ പ്രാർത്ഥന നമ്മെ ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്കും, ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും, അശാന്തിയിൽ നിന്ന് സമാധാനത്തിലേക്കും നയിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.